ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു യോഗം കൂടിയിരുന്നു. ആ യോഗത്തിൽ പൊതുജനങ്ങളെ സംബന്ധിച്ചും പോലീസുകാരെ സംബന്ധിച്ചും പ്രയോജനകരമായ ചില തീരുമാനങ്ങളെടുത്തു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മയക്കുമരുന്ന് തുടച്ചു നീക്കുക, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ തുടച്ചു നീക്കുക എന്നുള്ള ഒരു തീരുമാനമാണ്. അതിനാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൂടുതലും ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് വിതരണവും അതിൻ്റെ ഉറവിടവും ഒക്കെ കണ്ടെത്തി അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു തീരുമാനമെന്ന് പറഞ്ഞാൽ ഏറെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഈ പോലീസുകാരുടെ ഒരു പെരുമാറ്റമുണ്ട് കേട്ടോ. അത് എല്ലാ പോലീസുകാരും അല്ല പറയുന്നത്, ചില പോലീസുകാരുണ്ട്. പരാതിയായിട്ടായിരിക്കും ഒരാൾ വരുന്നത്, പക്ഷേ ഒരു പ്രതി വരുന്ന പോലാണ്, പ്രതിയോട് സംസാരിക്കുന്ന പോലാണ് ആ പോലീസുകാരുടെ സംസാരവും ആ ധാർഷ്ട്യത്തിലുള്ള പെരുമാറ്റവുമൊക്കെ. അതിനൊരു തടയിട്ടേക്കുമാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി. അതായത് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആരാണേലും അവർക്കൊരു നമസ്കാരം പറയുക, രാവിലെ ആണെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയുക, അവരെ ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചിരുത്തി അവരുടെ പരാതി എന്താണെന്ന് സമാധാനത്തോടെ ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു തീരുമാനമെടുക്കുക. അതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ മനുഷ്യത്വപരമായ മറ്റൊരു തീരുമാനം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പൊതുജനത്തിനും പോലീസിനും പ്രയോജനകരമായ തീരുമാനമെന്ന് പറഞ്ഞില്ല, അതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രയോജനകരമായിട്ടുള്ളൊരു തീരുമാനമാണ് കേട്ടോ. ഏറെ മനുഷ്യത്വപരമായ ഒരു തീരുമാനമാണ്. നമുക്കറിയാം, കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് കാരണമായി പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായിട്ടുള്ള ഈ കീഴുദ്യോഗസ്ഥരുടെ മേൽ നടത്തുന്ന സമ്മർദ്ദമാണ്. അവർക്കൊരു ഫ്രീഡം ഇല്ല. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ അവർ ചെയ്തിരിക്കണം. പ്രതിയെ പിടിക്കുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ന കേസ് അന്വേഷണത്തിൻ്റെ കാര്യമാണെങ്കിലും, അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും അത് ആ പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം. ഈ പാവം പിടിച്ച കീഴുദ്യോഗസ്ഥർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ അതിനുള്ള ചിലപ്പോൾ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് അതിൻ്റെ ഒരു ഫലം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഉടനെ ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ചവരെ വഴക്ക് പറയുക, അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് ഈ കൂടുതലും അവർ ജീവനൊടുക്കാനൊക്കെ കാരണമാകുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു സംഭവം അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ എടുത്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് SP ലെവൽ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗമായിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാഴ്ത്തരുത്. അവർക്ക് ഫ്രീഡം കൊടുക്കണം, അവരന്വേഷിക്കട്ടെ. ഒരുപാട് സമ്മർദ്ദം അവർക്ക് മേൽ കൊടുക്കരുത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് എന്നേ ചെയ്തിരുന്നെങ്കിൽ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. അവരുടെ ജീവൻ ഇല്ലാതാക്കുമ്പോൾ അവരൊരു കുടുംബമാണ് അനാഥമാകുന്നത്. എത്രയോ കുടുംബങ്ങളാണ് അനാഥമായത്. എന്തായാലും വളരെ നല്ല കുറേ തീരുമാനങ്ങളുമായിട്ടാണ് ആഭ്യന്തരമന്ത്രി പദ്ധതികൾക്കൊക്കെ തുടക്കമിട്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ നല്ല നല്ല പ്രയോജനകരമായ പദ്ധതികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോട്ടെ. കാത്തിരിക്കാം നമുക്ക്.